ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എനിക്കെന്തായാലും അൽഹംദുലില്ലാ റാഹത്താണ്. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകൊണ്ട് കേട്ടോ. എന്നത്തെയും പോലെ രാവിലെ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ രാവിലെ തന്നെ ഇന്നലെ കൊടുന്ന സബർജില്ല കേട്ടോ, അത് കഴിക്കാൻ കേട്ടോ. രാവിലെ തന്നെ റയ്യാനൊക്കെ എണീറ്റിട്ട് ഉമ്മാക്ക് ഉമ്മാനോട് സബർജില്ലി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഉമ്മ എനിക്ക് എടുത്തു കൊടുത്തപ്പോൾ എനിക്കും വേണമെന്നല്ല ഞാനത് കഴിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഉമ്മ നല്ല പത്തിരി അല്ല ചപ്പാത്തി അല്ല കേട്ടോ, രണ്ടിലും ഇടയിൽ പെടുന്നൊരു സാധനമാണ് കേട്ടോ. ചപ്പാത്തിയും രണ്ടും പാട് മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അതാണ് ചപ്പാത്തി അല്ല പത്തിരി അല്ല അങ്ങനെ കേട്ടോ. പിന്നെ നല്ല ഗ്രീൻ പീസ് കറി ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ ആക്കും പോലെ പണികൾ കഴിഞ്ഞാൽ മതി കേട്ടോ. പക്ഷെ എന്നാലും ഇന്ന് നേരത്തെ പണികളൊക്കെ കഴിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ ചൂടാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ടൈം ഒരു 9:30 കഴിക്കണം കേട്ടോ. കാരണം ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ഉറങ്ങിക്കണം കേട്ടോ. എന്നിട്ട് എണീറ്റിക്കണം കേട്ടോ. എനിക്ക് ഉമ്മ ഉണ്ടാക്കണ ഈ സംഭവമല്ലേ, ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചപ്പാത്തിയാണ് ഭയങ്കര ഇഷ്ടം. ചപ്പാത്തി നല്ല എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതും മുട്ട റോസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉമ്മ എന്തുണ്ടാക്കിയാലും ഞാനതിന് കുറ്റമൊന്നും പറയില്ല കേട്ടോ. ഉമ്മ എന്തുണ്ടാക്കിയാലും ഞാനത് കഴിക്കും. പിന്നെ എന്തുണ്ടാക്കിയാലും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും ഉമ്മാക്ക് രാവിലെ എണീറ്റിട്ട് ബോരിയോ, എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉമ്മ എപ്പോഴേലും ഉള്ളൂ കേട്ടോ കഴിക്കുക. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ഉമ്മാക്ക് രാവിലെ എണീറ്റിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാനങ്ങനെ ഉറക്കത്ത് പെട്ട് പോയിട്ട് പിന്നെ അപ്പം ഉമ്മേനൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. ഇനി ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, ഇടണമെന്ന് കരുതുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഈ ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യണ അടിക്കുക, തുടക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ കഴിക്കണ ഭക്ഷണങ്ങൾ, ഇതൊക്കെ കൂടിയുള്ളൂ കേട്ടോ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. എന്നാലും നിങ്ങൾ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ചിക്കനാട്ടോ നമുക്ക് ഉച്ചക്ക് കൂട്ടാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് പൊരിച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് റോസ്റ്റ് പോലെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ റയ്യു ബേബിക്ക് ചിക്കൻ അങ്ങനെ പൊരിച്ചതാണ് ഇഷ്ടം. അപ്പോൾ ഓനിക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചത് മാറ്റി വെക്കുകയാണ്. പിന്നെ ചോറ് രാവിലെ തന്നെ ആവും കേട്ടോ. ചോറും രാവിലെ തന്നെ വെച്ചേക്കും. ചായയും കടി ആകുമ്പോൾ തന്നെ ചോറും വെച്ചേക്കും കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. സ്കിൻ കെയർ ഇപ്പോൾ എൻ്റെ കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു, പിന്നെ വെള്ളച്ചന്ദനം ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ക്ലിനിക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു നമ്മളെ രക്തചന്ദനം ചുവന്ന കളറിൽ ഉണ്ടാവുമല്ലോ, സാധാ അങ്ങനെ ടൈപ്പ്, അതാട്ടിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിലപ്പോൾ ഞാൻ അരിപ്പൊടി ചേർക്കും. അരിപ്പൊടി ആയാൽ നല്ലൊരു സ്ക്രബ് പോലെ പ്രവർത്തിക്കും കേട്ടോ. ഇപ്പോൾ അരിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ ഗോതമ്പ് പൊടിയായിട്ട് ചേർത്തിക്കണത്. അത് നിങ്ങളെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ പാലില്ലെങ്കിൽ ഇപ്പോൾ തൈരിലും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ കുളിക്കണതിന് മുന്നേ ചെയ്തിട്ട് കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല സ്കിന്ന് നല്ലൊരു ബ്രൈറ്റൻ ആവും കേട്ടോ. സൺ ടാനൊക്കെ മാറും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ട് കേട്ടോ എങ്ങനെ ഉണ്ട് എന്നൊന്നും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ. നല്ല ചിക്കൻ റോസ്റ്റും പിന്നെ വഴുതനങ്ങ ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ. ഇപ്പോൾ അധികമായിട്ട് ഞാൻ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ദിവസം നിങ്ങൾക്ക് ഇതന്നെ കണ്ടിട്ട് മടുപ്പ് ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഈവനിങ് നമ്മൾ പാല് വാങ്ങാൻ പോവാം കേട്ടോ. കാരണം നമ്മൾ വീട് സൈഡിൽ കാണുന്ന കുറച്ച് വീടുകളില്ലേ, ആദ്യത്തെ ബാക്കത്തെ വീടാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നീണ്ടു നിരന്ന് പുല്ലുകളും ഒക്കെ ഉണ്ട്. അതിന് നടുവ് കൂടെ റോഡും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പാല് വാങ്ങാൻ പോകുമ്പോൾ തന്നെ നല്ല കോഴി ഫാം അങ്ങനത്തെ കാര്യങ്ങളും പശുവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ നമുക്ക് ചായ മസ്റ്റാണ് കേട്ടോ. ചായ ഇല്ലാതെ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അത്രയും ഒരു ചായ പ്രാന്താണ്. അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് കുറച്ച് മുറുക്കുണ്ടായിരുന്നു കേട്ടോ. മുറുക്ക് കൊടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഈവനിങ് ഇവർക്ക് ഇങ്ങനെ പുറത്ത് കൂടി ഇറങ്ങിയിട്ട് ഭയങ്കര കളിയാക്കാറ് കേട്ടോ. ഇപ്പോൾ റയ്യാൻ ഫോൺ മെല്ലെ കൊണ്ടുപോയിട്ട് പാട്ട് വെച്ചിട്ട്, അപ്പോൾ പാട്ട് കേട്ട റയ്യു ബേബി പിന്നെ ഷേസു ബേബി പിന്നെ ഭയങ്കര കളിയാക്കാറ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ്
കളിയൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി. ഇപ്പോൾ ഷേസു ബേബി ഇതാ ഫാൻ ഇടുകയാണ് കേട്ടോ. ഞാൻ ബാങ്ക് കൊടുക്കും കേൾക്കില്ല എന്ന് പറഞ്ഞ് ഫാൻ ഓഫാക്കിയപ്പോൾ ഓനക്ക് ഫാന് വേണം കേട്ടോ. അങ്ങനെ ഫാനും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. ഇടയ്ക്ക് രണ്ടാളും ഭയങ്കര കൂട്ടാക്കാറുണ്ട്, ഇടയ്ക്ക് ഭയങ്കര എന്താ പറയുക കച്ചറയൊക്കാരട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ.